നമ്മുടെ തൃശ്ശൂരിൽ നിന്നും എന്റെ നാട്ടിൽ നിന്നും നമ്മുടെ എസ്തർ കുട്ടി എത്താണ്. വിളിക്കട്ടെ? So let's welcome എസ്തർ കുട്ടി on stage. സുന്ദരിയായിട്ടുണ്ട്. സുന്ദരി മാത്രമല്ല, എന്തൊരു ഐശ്വര്യ നമ്മുടെ കുഞ്ഞിനെ കാണാൻ. ആ പൂവൊക്കെ കൊള്ളാം കേട്ടോ. അതെ, ആർട്ടിഫിഷ്യൽ പൂവാണെന്ന് അറിയാം. അല്ലല്ല, ഇത് അതെ, പറഞ്ഞപ്പോ സ്മെല്ല് വരുന്നുണ്ട്. ശരിയാണ് കേട്ടോ, അല്ലേ? സുഗന്ധം വരുന്നുണ്ട്. ഒരു വൈകാശിക്കാലാണ്. അതെ. അപ്പൊ എന്ത് സംഭവിച്ചു? വൈകാശി തെന്നലോ തിങ്കളോ. അപ്പൊ തിങ്കൾ അത് കഴിഞ്ഞിട്ട് ഈ വൈശാഖ പുലരി തൻ പുണ്യമോ. ആണോ? പുണ്യമാണോ? ആൾ ഞാനാ. പുണ്യമല്ലേ? അതെ. സംശയമുണ്ടോ? ടോപ്പ് സിംഗറിന്റെ പുണ്യങ്ങളിൽ ഒരാളാണ്. അതെ, എന്തായാലും അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക. അതെ. ഏത് സിനിമ? രക്തസാക്ഷികൾ. സിന്ദാബാദ്. അതെ. പിന്നെ മ്യൂസിക് MG രാധാകൃഷ്ണൻ സാർ. ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ വരികൾ പാടിയിരിക്കുന്നത് MG സാറും ചിത്രമ്മയും. യെസ്, വർഷം 1998. യെസ്, ഗുഡ് ഗേൾ. താങ്ക് യു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വൈകാശി തെന്നലോ തിങ്കളോ നീ വൈശാഖ പുലരി തൻ പുണ്യമോ കോടി ജന്മമായി നോച്ച നോയമ്പോ വേദസാരമായി വേദമന്ത്രമോ ശുഭകരമൊരു ത്യാഗരാജ കീർത്തന ശ്രുതി സുഖലയമോ വൈകാശി തെന്നലോ തിങ്കളോ വൈശാഖ പുലരി തൻ പുണ്യമോ. രാധാസമേധ കൃഷ്ണ കൃഷ്ണ രാധാസമേധ കൃഷ്ണ കൃഷ്ണ രാധാസമേധ കൃഷ്ണ കൃഷ്ണ. വൈകാശി തെന്നലോ തിങ്കളോ നീ വൈശാഖ പുലരി തൻ പുണ്യമോ. നന്ദകുമാര നവനീത ചോര നന്ദകുമാര നവനീത ചോര വൃന്ദാവന ഗോവിന്ദ മുരാരി വൃന്ദാവന ഗോവിന്ദ മുരാരി രാധാ സമേത 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 കൃഷ്ണ. സ്വരപാരിജാതമായി പൂത്തൊരുങ്ങ
സ്വർണ്ണരേണുവാൽ കോലമിടാം. നവരാത്രി ദീപം ചാർത്തി വെക്കാം. നാഗനൂപുരം കോർത്തു തരാം. കൊതിയോടെ ഞാനെന്നും പിന്തുടരാം. കൊതിയോടെ ഞാനെന്നും പിന്തുടരാം. ചെന്തമിഴ് പൊഞ്ചിമിഴ് വീണുറങ്ങാം. വൈകാശി തിന്നലോ തിങ്കളോ നീ വൈശാഖ പുലരിതൻ പുണ്യമോ. കോടി ജന്മമായി നോറ്റ നോയമ്പോ വേദസാരമായി വേദമന്ത്രമോ. ശുഭകരമൊരു ത്യാഗരാജ കീർത്തന ശ്രുതി സുഖലയമോ. വൈകാശി ചെന്നലോ തിങ്കളോ നീ വൈശാഖ പുലരിതൻ പുണ്യമോ. വെരി നൈസ്, വെരി നൈസ്. ഗുഡ് ഗുഡ് ഗുഡ്. താങ്ക് യു സർ. എസ്തറുട്ടിയുടെ ശബ്ദം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ പാട്ടിൽ കേട്ടോ. താങ്ക് അത് യു സർ. പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല, അതിനൊരു കൈ കൊടുക്കണേ. താങ്ക് യു സർ. താങ്ക് യു. പക്ഷേ എന്താ ഈ രാഗം അത് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ, അതിൽ കൃത്യമായിട്ട് പോയാൽ മാത്രമേ ഈ പാട്ട് പാടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സത്യമുണ്ട്. അത് എസ്തറുട്ടിയുടെ കുറ്റമല്ല, മനസ്സിലായോ? അപ്പൊ അതിലേക്ക് കൂടുതൽ പഠിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പഠിച്ച് വരുമ്പോഴത്തേക്കും ഇത് പാടാൻ പറ്റും. കാരണം എസ്തറുട്ടിക്ക് ടാലന്റ് ഉണ്ട്. പക്ഷെ അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്കിള് ഇതിനെപ്പറ്റി പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പല സ്ഥലത്തും പാടിയിരിക്കുന്ന ആ രീതികൾക്കും ശൈലികൾക്കും വ്യത്യാസമുണ്ട്. ചില നോട്ട്സിനും വ്യത്യാസമുണ്ട്. എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതിലും വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, ശ്രുതി സുഖ ലയമോ ഇല്ലേ? ശുഭകരമൊരു ത്യാഗരാജ ശ്രുതി സുഖ ലയമോ, അതിന്റെ നോട്ടൊന്ന് പതുക്കെ ഒന്ന് പാടിക്കപ്പി. ശുഭകരമൊരു ത്യാഗരാജ കീർത്തന ശ്രുതി സുഖ മാഗമരിഗ സരി ദസരിഗ ദസരിഗ അതെ ദസരിഗമ അങ്ങനെയാണ്. അപ്പൊ ദസരിഗമ എന്നല്ല, ദസരിഗമ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അതാണ് രാഗഭാവം എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ശ്രുതി തര തിരി തരമ അങ്ങനെ വരണം. ഞാനിപ്പോ രാഷൻ ചേട്ടന്റെ വേറൊരു പാട്ട് ഞാനിങ്ങനെ ഓർക്കാണ്. ആടു പൊന്മയിലേ മനസ്സിൻ്റെ താഴ്വരയിൽ നടമാടു പൊന്മയിലേ മനസ്സിൻ്റെ താഴ്വരയിൽ. അതിലൊക്കെ ഈ രാഗഭാവങ്ങളാണ്, അത് വേറെ രാഗമാണ്. അപ്പോൾ രാഗഭാവം വരുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുന്നത്, ഈ പാട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആവുന്നത്. പ്രത്യേകിച്ച് അനുപല്ലവിയിൽ വരുമ്പോൾ മൊത്തം നാട്ടുകുറിഞ്ചിയാണ്. പല്ലവിയിൽ പിന്നെയും കുറച്ചും കൂടെ സോഫ്റ്റ്വെയർ ഇതാണ് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കണം. റൈറ്റ്. എസ്തർകുട്ടി, എന്തോ എനിക്കും ഈ ശബ്ദം വളരെ 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 ഇഷ്ടമാണ്. താങ്ക് യു സർ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശബ്ദമാണ് Thank you, sir. എസ്തർകുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു. ഈ പാട്ടിൽ നല്ല രസമുണ്ടായിരുന്നു ആ ശബ്ദം കേൾക്കാൻ. ഇപ്പൊ എം ജെ താങ്ക് യു പറഞ്ഞ പോലെ സർ. കോടി ജന്മമായി നോറ്റ നോയമ്പോ വേദസാരമായി വേദമന്ത്രമോ. പിന്നെ എനിക്കും അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും. കാരണം പറയുകയാണെങ്കിൽ കുറേ സ്ഥലത്ത് പറയാനുണ്ട്, പക്ഷെ ചില ഭാഗങ്ങൾ നന്നാവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഈ രാധാ സമയത്ത് അക്ഷരങ്ങളുടെ ഇതും കൂടി നോക്കാം. രാധാ സമേതാന്ന് പാടിക്കൊണ്ടിരിക്കുന്നത്, രാധാ സമേത കൃഷ്ണ. പിന്നെ വനമാലിയായി എന്ന് തുടങ്ങിയത്, പിന്നെ അനുപലിയുടെയും ചരണത്തിന്റെ എൻഡിൽ ആ സംഗതികളില്ലേ, അതൊക്കെ ഒന്നുകൂടി ക്ലാരിറ്റി വേണം. പല്ലവിയുടെ ലാസ്റ്റ് ലൈനിലെ ക്ലാരിറ്റി ഇപ്പൊ പറഞ്ഞിരുന്നു എം ജെങ്ങള്. കനിപോലും കാവേരി, അത് പിന്നെ കൊതിയോടെ ഞാനെന്നും ആ രണ്ട് ലൈനല്ലേ അനുപലിയുടെയും ചരണത്തിന്റെ എൻഡ്. അതെങ്ങനെയാ സംഗതി പറഞ്ഞേ? സ്ലിപ്പ് ആവണ കണ്ട കൊതിയോടെ അത് കണ്ട, അത് ആ ഗ്രിപ്പിൽ വരുന്നില്ല. അങ്ങനെ അത് ആ ടേക്കിലും ഇങ്ങനെ സ്ലിപ്പായി പോയി. അത് കഴിഞ്ഞിട്ടും സെയിം സ്ട്രക്ചറിലുള്ള ഒന്നും കൂടെ അല്ലേ അടുത്ത വരി താഴത്തും കൂടി ഉണ്ട് ഒരെണ്ണം അതുപോലെ അല്ലേ? പാടിക്കോ. ചെന്തമിഴ് പൊഞ്ചിമിഴ് വീണുറങ്ങാം
അതെ, അതൊക്കെ ഒരു പരിധിവരെ നന്നായിട്ടുണ്ട്. പക്ഷെ സ്ലിപ്പായി പോകുന്നുണ്ട് ഇടയിൽ. ആ ഭാഗമൊക്കെ പാടുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും എസ്തർ കുട്ടിക്ക്. കാരണം നിസ്സാരക്കാര അങ്ങനെ ഒരു സാധാരണ ഒരു പാട്ടുകാർക്ക് ഈ പാട്ടിങ്ങനെ ഇത്ര പോലും പാടാൻ പറ്റില്ല സ്റ്റേജിൽ. അപ്പൊ ഈ രാഗം പഠിച്ച് ഇങ്ങനെ ഈ സംഗതികളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും ഒന്നുകൂടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എസ്തർ ബേബിക്ക് എന്ത് തോന്നി പാടിക്കഴിഞ്ഞപ്പം? ചലഞ്ചിങ് ആയിരുന്നോ പാടാൻ? ചാലഞ്ചിങ് നല്ല നല്ല ചാലഞ്ചിങ് ആയിരുന്നോ? എന്നിട്ട് ഞാൻ കൊറേ പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് ഇത്രയെങ്കിലും കിട്ടിയത്. ഒരുപാട് പ്രാക്ടീസ് ചെയ്തു അല്ലേ? അപ്പം എന്തായാലും വെരി ഗുഡ്. എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ പാട്ട് പാടാൻ സാധിക്കും, വരാൻ പറ്റും. പക്ഷെ ഇപ്പം ഈ ഒരു ഘട്ടത്തിൽ കുറച്ച് ഹെവി ആയി പോയോന്ന് എനിക്കൊരു ഡൗട്ട് എസ്തർ കുട്ടിക്ക് ഈ ഒരു പാട്ട്. കാരണം ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ സ്ലിപ്പ് ആവുന്നുണ്ടായിരുന്നു. കുറച്ചും കൂടെ പഠിക്കുന്നുണ്ടോ പാട്ട്? പഠിക്കുന്നുണ്ട്. എവിടെ വരെ എത്തിയപ്പോ? ഗീതം 2 എത്തിയിട്ടുള്ളൂ. ഗീതമൊക്കെ എത്തിയിട്ടേ ഉള്ളൂ. ശരി. അപ്പൊ ഗീതം 2 എന്ന് പറയുമ്പം ആയിട്ടില്ല, രാഗമൊക്കെ പരിചയമായി വരുന്നേ ഉള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് കുറച്ചുകൂടെ രാഗത്തിന് പറ്റിയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കർണാട്ടിക് ഫ്ലേവേഴ്സ് ഉള്ള പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ ചലഞ്ചിങ് ആവട്ടെ, പക്ഷെ അതിന്റെ കൂടെ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചെറിയ ചലഞ്ചസ് ഉള്ള പാട്ടുകൾ സെലക്ട് ചെയ്താൽ നല്ലതായിരിക്കും തോന്നി കേട്ടോ എസ്തർ കുട്ടി. ഇതിനിടയ്ക്ക് എനിക്ക് നല്ല പട്ട് പോലെ ശബ്ദം വന്നൊരു സ്ഥലമുണ്ട്, കനിവോലും എന്ന് പാടിയ ഒരു വരി, കനിവോലും കാവേരി തീർത്ഥവുമായി എന്നുള്ള സ്ഥലം പാടിയപ്പോ കനിവോലും എന്നുള്ള ഭാഗത്ത് നല്ല നല്ല സ്മൂത്ത് ആയിട്ട് ശബ്ദം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. നല്ല ശബ്ദം. അപ്പോ അത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കണം കേട്ടോ. അപ്പൊ അടുത്ത പ്രാവശ്യം നോക്കി സെലക്ട് ചെയ്യണം പാട്ട്, എന്നിട്ട് പഠിച്ച് നീറ്റായിട്ട് പാടിയിട്ട് വരണം. ഓക്കെ, പ്രോമിസ്? മിടുക്കി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. അപ്പൊ എസ്തർ ബേബി, എന്തോ ഇന്നത്തെ മാർക്ക് അറിയണ്ടേ? അറിയണം. You are getting 95.75 out of 100. താങ്ക് യു മാം. പക്ഷെ അതിന്റെ കൂടെ എനിക്ക് പ്രോമിസ് ചെയ്യണം, അടുത്ത പ്രാവശ്യം ഇതിലും നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് എനിക്ക് എന്തായാലും പ്രോമിസ് ചെയ്തിട്ടേ പോകാൻ പറ്റൂ. ഡെഫിനറ്റ്ലി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുട്ടി അടുത്ത വട്ടം മിസ്റ്റേക്സ് എല്ലാം കറക്റ്റ് ചെയ്ത് ഇംപ്രൂവ് ആക്കിയിട്ട് പാടണം. ഓക്കെ, ടാറ്റാ. ഗുഡ് നൈറ്റ്. മധുവങ്കളെ, മധുവങ്കളിന് ഇഷ്ടമുള്ളൊരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഒരാളെ ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ? തീർച്ചയായിട്ടും. നമ്മുടെ ഇഷ്ടമുള്ള പാട്ട് എന്ന് പറയുമ്പോൾ അത് ഏതായിരിക്കും? പുള്ളി വന്നിട്ട് നമുക്കത് പറയാം. രവീന്ദ്രമാഷിന്റെ പാട്ടല്ലേ? തീർച്ചയായിട്ടും. കുറെ പാട്ടുകൾ എനിക്ക് ഇഷ്ടമുണ്ട്. അതെ, അപ്പൊ നമ്മുടെ ജഗത് കുട്ടൻ എത്തുകയാണ്. വിളിക്കട്ടെ? എനിക്കിഷ്ടമുള്ള പാട്ടാണെന്ന് അറിയാം. അതറിയാം. സോ ലെറ്റ്സ് വെൽക്കം ജഗത് കുട്ടൻ ഓൺ സ്റ്റേജ്. നമ്മുടെ മധുവങ്കളിന് ഇഷ്ടമുള്ള പാട്ട് പാടാൻ വേണ്ടി പോവാണല്ലേ? എനിക്കിഷ്ടമുള്ള പാട്ടാണെന്നാണ് അശ്വതി പറയുന്നത്. അതെ. അപ്പൊ എനിക്ക് ഇഷ്ടം പോലെ രവീന്ദ്രമാഷിന് ഇഷ്ടം പോലെ പാട്ടുകൾ എനിക്ക് ഇഷ്ടമാ. അപ്പോ ഇത് ഏത് ഇഷ്ടമുള്ള പാട്ടാ? ദേവികേ നിന്നയിൽ അതല്ലേ? നിന്മയിൽ വാസന്തം അതിനല്ലേ? പിന്നെ ഇന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേര് വന്നിട്ടുണ്ട്. ആരൊക്കെയാ? ഒന്ന് പ്രമീള ആന്റി, നാട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആന്റിയാണ്. അത്യാവശ്യം പാട്ടെല്ലാം പാടും. പിന്നെ ഫ്ലൂട്ട് വായിക്കുന്ന ഹരി അങ്കിളിന്റെ ഫ്രണ്ടാ. ഹലോ ഹലോ. പിന്നെ എനിക്കറിയാം, ശ്രീകുട്ടിയല്ലേ? അമ്മുക്കുട്ടിയില്ലേ? പിന്നെ ശ്രീയച്ചൻ, അമ്മുക്കുട്ടിയുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ നിങ്ങള്? ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഏപ്രിൽ 19 സിനിമ. രവീന്ദ്ര മാസ്റ്റർ, എസ് രമേശൻ നായർ സാർ, ഡയറക്ടർ ബാലചന്ദ്ര മേനോൻ സാർ അല്ലെ? പാടിയത് യേശുദാസ് സാർ. കൃത്യമല്ലേ? അതെ. അപ്പൊ കൃത്യമായിട്ട് പാടും മകനെ.
തീരങ്ങളിൽ ആവേശം പൂമൂടും യാമങ്ങളിൽ തളിരിടും മോഹങ്ങളിൽ ദേവികേ നിന്മയിൽ വാസന്തം ഗോപികേ നിൻ കയ്യിൽ രോമാഞ്ചം. ചേരുന്ന നേരം പാലെന്നും തേനെന്നും രുചി എന്തിനോ പാലാടി നീന്തുന്ന കാലം ചൊടിമലരിതളിൽ തൊടുകവിളിണയിൽ ചൊടിമലരിതളിൽ തൊടുകവിളിണയിൽ ആർദ്രമേതുരാഗ കുങ്കുമം നിന്മയിൽ വാസന്തം ഗോപികേ നിൻ കയ്യിൽ രോമാഞ്ചം. കൂടാരം തീർക്കുന്നുവോ നീരാടി തോത്തുന്ന നേരം മാനത്തും വെള്ളോട്ടു വിളക്കെന്തിനോ നാണത്തിലാറാടും രാവിൽ വിരൽ തൊടുമളവിൽ വിരിയുമൊരഴകായി വിരൽ തൊടുമളവിൽ വിരിയുമൊരഴകായി വീണ്ടും ഇന്ദ്രലോകനന്ദനം ദേവികേ നിന്മയിൽ വാസന്തം ഗോപികേ നിൻ കയ്യിൽ രോമാഞ്ചം ആരാരും കാണാത്ത തീരങ്ങളിൽ ആവേശം പൂമൂടും യാമങ്ങളിൽ തളിരിടും മോഹങ്ങളിൽ ദേവികേ നിന്മയിൽ വാസന്തം ഗോപികേ നിൻ കയ്യിൽ രോമാഞ്ചം. വെരി ഗുഡ് മോനെ, വെരി Very ഗുഡ്, good. നൈസ് നൈസ് നൈസ്. താങ്ക് യു. മിസ്റ്റർ ജഗത് കിഷോർ, എന്തോ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പൊ ജഗത് കുട്ട, എന്തോ നല്ലൊരു സെലക്ഷൻ ആട്ടോ, ബ്യൂട്ടിഫുൾ സോങ്. എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് ഇപ്പൊ കൊണ്ടുവന്ന് പാടിയത്. താങ്ക് യു. ഇത് ഈസി അല്ല, പാട്ട് പാടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പഠിക്കാൻ ബുദ്ധിമുട്ടിയോ? കൊറേയൊക്കെ ആണല്ലേ? ശബ്ദത്തിന് എന്തെങ്കിലും സ്ട്രെയിൻ ഉണ്ടായിരുന്നു? ട്രെയിൻ ആയിട്ടില്ല, എന്റെ വോയിസ് ഇടക്കിടക്ക് ഇങ്ങനെ അടയണ പോലെ ഉണ്ട് ക്രാക്ക് അല്ലേ? അടയുന്ന പോലെ ഉണ്ട് അല്ലേ? Yes. ഓക്കെ. അപ്പൊ അത് ആ ഒരു പ്രശ്നമാണ് നമുക്ക് തോന്നിയത്. പക്ഷെ ഇപ്പൊ ചില ഭാഗങ്ങളൊക്കെ സൂപ്പറായിട്ട് പാടി. തുടങ്ങിയ ദേവികയെ കുറച്ച് ശ്രുതിയിൽ വരണം എന്ന് എനിക്ക് തോന്നി. ദേവികി അതെ, ദേവികി പാടി.
ദേവികേ ഈ ദേയുടെ മുമ്പിൽ ഒരു മൂളല് വരുന്നുണ്ട്, അത് വേണ്ട. ദേവികേ ദേവികേ. ആ കണ്ട, ആ ശബ്ദം അടയുന്നുണ്ടാ. വി എന്ന് പാടിയപ്പോൾ ആ ശബ്ദത്തിന് അടച്ചിൽ വന്നു. അതാണ് ആ ഒരു പ്രശ്നം പാട്ടിൽ മൊത്തത്തിൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആരാരും കാണാത്ത തീരങ്ങളിൽ ആവേശം പൂമൂടും, അതൊക്കെ ചില ഭാഗങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. താങ്ക് യു. പിന്നെ നാണത്തിൽ ആറാടും രാവിൽ വിരൽ തൊടുമളവിൽ, അതൊക്കെ ഒന്ന് ശ്രുതിയിലാവണം എന്ന് എനിക്ക് തോന്നി. അതൊന്ന് പാടിയ ഭാഗം. നാണത്തിലാറാടും രാവിൽ വിരൽ തൊടുമളവിൽ, വിരൽ തൊടുമളവിൽ വിരിയുമൊരഴകായ്, വിരൽ അത് മുഴുവനാക്കണം. അഴകായ് വിരൽ തൊടുമളവിൽ അതിന്റെ വിരിയുമൊരഴകായ്. വിരൽ തൊടുമളവിൽ വിരിയുമൊരഴകായ്. അതിന്റെ എന്റെ നോട്ട് കേൾക്കുന്നില്ല കേട്ടോ. തര തര തരരാ, ആ, തരരരരരരാ. അത് കേൾക്കുന്നില്ല, അത് കട്ടായി പോകുന്നു. ഒന്നൊരു പാടിയേ. വിരൽ തൊടുമളവിൽ വിരിയുമൊര. ഇപ്പോഴും അത് മിസ്സായി കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനത് ഇനിയിപ്പോ പാടിപ്പിച്ച് അധികം ബുദ്ധിമുട്ടിക്കണില്ല. Okay. പിന്നെ അതുപോലെ തന്നെ ഇന്ദര ലോക നടන അതിന്റെ നോട്ട്സ് ഒന്നും കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ഇടയ്ക്ക് നോട്ട്സ് മാറിപ്പോയിട്ടുണ്ട്, സ്ലിപ്പ് വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും കേട്ടോ. ഈ അനുപല്ലവിയിലും ആ ഭാഗം. അപ്പൊ ഈ ശബ്ദത്തിന്റെ ഈ ബുദ്ധിമുട്ട് എത്രയും പെട്ടെന്ന് മാറട്ടെ, മാറ്റിയെടുക്കണം. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മിസ്റ്റർ ജഗത് കിഷോര ചന്ദ്രശേഖര, എന്തോ ഇങ്ങനെ പാടി നന്നായിട്ട് പാടി. കൊള്ളായിരുന്നല്ലേ? ചില ഭാഗങ്ങൾ പ്രത്യേകിച്ചും നന്നായിരുന്നു. എനിക്ക് ഇങ്ങനെ തോന്നലുണ്ടായി, നമ്മുടെ പാവം ജഗത് കുട്ടന് ഇന്ന് ശബ്ദം എന്തോ ഒരു പ്രശ്നം പോലെ, ഒരു സ്ട്രെയിൻ പോലെ തോന്നി. സാധാരണ ഉള്ള ഒരു ക്ലാരിറ്റി എനിക്ക് ഇതിനകത്ത് കിട്ടാത്ത പോലെ വന്നു. അപ്പൊ അതങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ടല്ലേ? സാരല്ലടേ, നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് വോയിസ് റെസ്റ്റ് ഒക്കെ എടുത്ത്. ഒരുപാട് ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? അതാ ഞാൻ ചോദിക്കാൻ വന്നേ. അങ്ങനെയില്ല. ചെയ്യാറുണ്ടോ? ആ, ഇപ്പൊ നമ്മുടെ ഒരു പെർഫോമൻസിന് മുമ്പേ വാം അപ്പ് ചെയ്തിട്ടാണോ വന്ന് പെർഫോം ചെയ്യുന്നത്? ഉണ്ടോ? അതെ. അത് കുറച്ചും കൂടെ ഒന്ന് ശരിയാക്കാൻ തോന്നുന്നു. ദാറ്റ് ഈസ് 1 point. സെക്കൻഡ് പോയിന്റ്, നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ആരാരും കാണാത്ത തീരങ്ങൾ, അത് ഒരൊറ്റ ശ്വാസത്തിലാണ്. അതിനിടയിൽ ശ്വാസം എടുക്കാൻ പറ്റില്ല. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഒരു ഗ്ലാസ് മുഴുവനായിട്ടും വെള്ളം കുടിക്കാം, ഇടയ്ക്ക് 2 ഗൾപ്പ് എടുത്തിട്ട് ശ്വാസം എടുക്കാം, പിന്നെയും 2 ഗൾപ്പ് എടുത്തിട്ട് ശ്വാസം എടുക്കാം, പിന്നെയും അങ്ങനെ കുടിച്ചു വേണമെങ്കിൽ തീർക്കാം. പല രീതിയിൽ. അപ്പോൾ ഓരോ പാട്ടും ഓരോ ഗ്ലാസ്സിലെ വെള്ളം പോലെ ആലോചിക്കാം, ഓരോ ഫ്രേസും. അപ്പൊ ഈ ഫ്രേസിന് എന്ന് പറഞ്ഞാൽ മൊത്തം ആ വെള്ളം കുടിച്ചിട്ടേ ശ്വാസം എടുക്കാൻ പറ്റൂ. അതിന് മുമ്പേ എങ്ങാണ് ശ്വാസം എടുത്താ ഒരറ്റ. അപ്പൊ ഒന്ന് പാടാ, ആരാരും കാണാത്ത. ആരാരും കാണാത്ത തീരങ്ങളിൽ ആവേശം പൂമൂടും യാമങ്ങളിൽ. അവിടെ എന്താണ് പൂമൂടുന്നത്? ആവേശം. അവിടെ ആവേശമുണ്ടോ? ആവേശം വളരെ സങ്കടത്തിലാണ്. ആവേശം പൂമൂടും. മക്കളെ കുറച്ചുകൂടെ ആവേശത്തെ പാടാ അവിടെ. ആവേശം പൂമൂടും യാമങ്ങളിൽ. അവിടെ ഇടയ്ക്ക് ശ്വാസം എടുത്തില്ലേ? അത് എടുക്കാൻ പാടില്ല. ഒറ്റ ശ്വാസത്തിൽ കംപ്ലീറ്റ് ആ ലൈൻ മുഴുവൻ. ആവേശം പൂമൂടും യാമങ്ങളിൽ. നല്ല രസമായിരിക്കും. ജഗത്തിന്റെ വോയിസിൽ അത് വരുമ്പോഴത്തേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വരുന്നത്. അതെന്താ വെച്ചാൽ ഈ പാട്ടിന്റെ സെലക്ഷനെ കുറിച്ചാണ്. നേരത്തെ മധുമാമൻ പറഞ്ഞു ഈ പാട്ടിന്റെ സെലക്ഷൻ ഉഗ്രനാണ്, സംശയമില്ല, ഉഗ്രൻ പാട്ടാണ്. അതെ. പക്ഷേ ജഗത് കുട്ടന് ഇപ്പോ ഈ വോയിസിന്റെ ഒരു ചെറിയ സ്ട്രെയിനും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ പാട്ടിന്റെ ഒരു സെലക്ഷൻ കൃത്യമാണോ ഒന്ന് പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. വെറുതെങ്കിലും പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു 100% എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ സ്റ്റേജ് വരുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു 50% മാത്രമേ ചിലപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഒരു 200% പറ്റും എന്ന് തോന്നുന്നത് മാത്രമാണ് ഇവിടെ പെർഫോമൻസിന് ഇനി വന്ന് പാടേണ്ടു. കാരണം നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ടും അടുത്ത ഘട്ടത്തിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശ്രീയ വന്നിട്ടുണ്ടല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നോ? അവിടെ അമ്മുക്കുട്ടി ഉണ്ടല്ലോ. സൂപ്പറാ.
പുതിയ വേർഡ് വന്നു അവിടെ ഐക്യം യൂസ് ചെയ്തില്ല കേട്ടോ. അതെ, അതെ, അതെ. അവിടെ ഐക്യമില്ല. മിടുക്കി. മിടിക്കാണ്. യെസ്. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ബാലേന്ദ്ര മേനോൻ സാറിനെ പറ്റിയാണ് ആലോചിച്ചത്. ഈ സിനിമയുടെ പേര് ഏപ്രിൽ 19 എന്നാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വേറൊരു സിനിമയുണ്ട് ഏപ്രിൽ 18 എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യൻ സിനിമയിലോ ലോക സിനിമയിലോ അത്തരം സിനിമകൾ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ ഉണ്ടോ എന്നുള്ള സംശയമാണ്. അതെ അതെ ഏപ്രിൽ 18 ഒരു സിനിമ, ഏപ്രിൽ 19 വേറൊരു സിനിമ. അതെ. അതൊരു രസകരമായിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ഈ രണ്ട് സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ അതിന്റെ ടൈറ്റിൽസ് ഒക്കെ ഭയങ്കര രസമുള്ളതാണ്. പഴയ കാലത്ത് അതെ, വെറൈറ്റി ആയിരിക്കും. ഗുരുതരം, പ്രശ്നം ഗുരുതരം, വന്നു കണ്ടു കീഴടക്കി. കാര്യം നിസ്സാരം അല്ലേ? ശേഷം കാഴ്ചയിൽ, അവിടുത്തെ പോലെ ഇവിടെയും, അവിടുത്തെ പോലെ ഇവിടെയും, ഒരു പൈങ്കിളി കഥ. ഇങ്ങനെ വളരെ മനോഹരമായ സിനിമകളായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ബാലചന്ദ്രൻ മേനോൻ സാറിനും ഒരു വലിയൊരു നമസ്കാരം ഈ പാട്ടിന് വേണ്ടിയിട്ട്. ജഗത് കുട്ട, എന്തോ വാട്ട് എ ബ്യൂട്ടിഫുൾ സെലക്ഷൻ. ഒരു ജോഗ് രാഗം, നാട്ട രാഗത്തിലുള്ള ഒരു പാട്ടാ സെലക്ട് ചെയ്തത്. ബ്യൂട്ടിഫുൾ, നല്ല രസ്തി പാടി കേട്ടോ. എനിക്ക് ആ ഒരു ബ്രെത്തിന്റെ കുറച്ച് ഇഷ്യൂസ് തോന്നിയെന്നല്ലാതെ ബാക്കി ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പക്ഷെ എനിക്ക് കൂടുതലും ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരിക ചെയ്തത് നാട്ട രാഗത്തിനെ പറ്റിയിട്ട്. പലപ്പോഴും കോൺസേർട്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഗജാനനം ഭൂതഗണാതിസേവിതം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. കൂടെ ശ്രീ മഹാഗണപതേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് പാടാറുണ്ട്. അങ്ങനെ ഒരുപാട് നാട്ടുരാഗത്തിലുള്ള ഒരുപാട് പാട്ടുകൾ പാടാറുണ്ട്. പിന്നെ അതുപോലെ രവീന്ദ്ര മാസ്റ്ററുടെ ഒരുപാട് പാട്ടുകളും ഈ പറഞ്ഞ പോലെ ചലനാട്ട രാഗങ്ങളുണ്ട്. പാടും കൊള്ളാം. ഗോപാംഗനേ 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 ആത്മാവിലേ സ്വര മുരളിയിൽ ഒഴുകും മതി. കുട്ടി നിർത്തി പാടൂ, എന്നാലേ ഭാവം വരൂ. ടീച്ചറും സ്റ്റുഡന്റായി കുറച്ച് കൊള്ളാം. എന്തായാലും താങ്ക് യു ഫോർ ദ ഫസ്റ്റ് ലെസൺസ്. എന്റെ ഫസ്റ്റ് ലെസൺസ് ഫ്രം MJ സർ. അപ്പൊ ജഗത് കുട്ട, എങ്ങനെയുണ്ടായിരുന്നു MJ സാറിന്റെ ഗഞ്ചിറ, എന്റെ പാട്ട്, ഇപ്പൊ കേട്ട ക്ലാസ്? അടിപൊളി. ഇഷ്ടപ്പെട്ടു. ജഗത് കുട്ടോ, എന്തോ കുട്ടോ. ഇന്ന് മാർക്ക് 97, 100. ജഗത് കുട്ട അടുത്ത വട്ടം മിടുക്കനായിട്ട് കറക്ഷൻസ് ഒക്കെ മിസ്റ്റേക്സ് ഒക്കെ തിരുത്തി അടിപൊളിയായി പാടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആവേശം പൂമൂടും യാമങ്ങളിൽ. ആര്യ ചേച്ചി, ആര്യ ചേച്ചിയുടെ മനസ്സിന്ന് ഞാൻ ഒരു കാര്യം പറയണത് കേട്ടു. പെർഫോമൻസ് റൗണ്ട് വരുന്നു എന്നുള്ള അലയൊലികൾ എനിക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ കേട്ടു. അതുകൊണ്ട് അടുത്തതൊരു പെർഫോമൻസ് റൗണ്ട് ആണ്. യെസ് അച്ചു, യു ആർ റൈറ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പൊ വിളിക്കാം. നമ്മുടെ ജെനീലിയ കുട്ടി എത്തുകയാണ് പെർഫോമൻസ് റൗണ്ടിൽ. വെൽക്കം ജെനീലിയ ഓൺ സ്റ്റേജ്. അയ്യോ, ഇതാരാ? ജെനീലിയ തന്നെയാണോ? അയ്യോ, ഞാൻ വിളിച്ചത് ജെനീലിയനാണല്ലോ. ഒരു ചേട്ടൻ. ഇത് ഏതായി ചെറുക്കാൻ? ഇപ്പൊ പ്രൈസൻ ആൻഡ് ജെനീലിയായി. അല്ല, ശരിക്കും ജെനീലിയ പറഞ്ഞു ഈ വേഷമായി പപ്പയുടെ. ശരിക്കും സെയിം കേട്ടോ, ഡിക്റ്റോ. അതെ. ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. ശരിക്കും ആരാണപ്പോ? ഞാനോ? പാട്ട് മോഹൻലാൽ പാടുന്നു. ഞാനോ? അതായിരുന്നു. ഞാൻ ജെനീലിയാണോ? ഞാന് അല്ല, ഇത് ആരായിട്ടാ വന്നിരിക്കുന്നേ? മീര ജാസ്മിൻ ചേച്ചി ആയിട്ടാണ് വന്നിരിക്കുന്നത്. രസതന്ത്രം അല്ലേ? അതുപോലെ ആയിരിക്കും. അല്ല, എന്നിട്ട് ഏത് പാട്ടാ?
തേവാരം നോക്കുന്നുണ്ട് അകലെ അകലെ ഓ നമ്മുടെ ഇളയരാജ സാറിന്റെ പാട്ട്, Yes, നമ്മുടെ ഗിരീഷ് വിനീത് പുത്തഞ്ചേരി വിനീത് സാറിന്റെ. ഈ വിനീത് ശബ്ദവും നന്നായിട്ട് രൂപവും ശബ്ദവും തമ്മിൽ നന്നായിട്ട് ചേരുന്നുണ്ടോ? യെസ്, വിനീത് പാടിയ പാട്ട്. വിനീതേട്ടൻ പാട്ട്. നല്ലൊരു രസതന്ത്രം ഉണ്ടല്ലേ, രസതന്ത്രം, അതെ, അത് തന്നെ, കെമിസ്ട്രി. കെമിസ്ട്രി. അപ്പൊ ജനീല കുട്ടി, എന്തോ ഓൾ ദ ബെസ്റ്റ്. കിഡിലൻ Thank you. കോസ്റ്റ്യൂം, ഇതുപോലെ തന്നെ പാട്ടും കിഡിലനാവട്ടെ.
വെരി ഗുഡ്. മിസ്റ്റർ വേലപ്പൻ ഉഗ്രനായിരുന്നു. താങ്ക് യു സർ. വേലപ്പോ എന്തോ തനതന്നാരം അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. താങ്ക് യു സർ. അത് റിതമികമായിട്ട് പാടി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതെ, താങ്ക് യു ഇതിനങ്ങനെ സർ. അങ്ങനെ ടം ഡും ഡും ടാ ഇടും ഡും ടാ കുഡും ഡും ടാ കുഡും ഡും അതാണ് ഇതിന്റെ റിതം അല്ലേ? അപ്പൊ അതിനോട് ചേർന്ന് കൃത്യമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്, ആ വഴിയെ കൊണ്ടുപോയിട്ടുണ്ട്. നന്നായിട്ട് കാർ ഓടിച്ചു പോയി, താങ്ക് യു സർ. സ്പീഡ് കൂടിയില്ല. പിന്നെ ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് മെലോഡിയസ് ആക്കി. അതെവിടെയായിരുന്നു? അതാണ്. ആ അത് കേട്ടപ്പോഴത്തേക്കും അത് എങ്ങനെയായിരുന്നു? തേക്കുമരമാശാരിക്ക് ശില്പകലയുണ്ടാക്കാൻ, ശില്പകലയുണ്ടാക്കാൻ, നാട്ടുമരമണ്ണാച്ചിക്ക് മണ്ണിലൊരു തൂണാക്കാൻ. അത് പാടി കേട്ടപ്പോഴേ എനിക്ക് തോന്നിയത് ഈ ആശാരിക്ക് ഭയങ്കരമായിട്ട് ആരത്തോ പ്രണയം വന്ന പോലെ, ഭയങ്കര ലപ്പടിച്ച്. അയ്യോ അത് ശരിയല്ലേ, ആ സിനിമ വെച്ചിട്ട് ആശാരിക്ക് അങ്ങനെ പ്രണയമുണ്ട്. തന്നെയാ. ഇപ്പൊ ജിത പറഞ്ഞ് ബോയ് ഫ്രണ്ട് ആക്കണമെന്ന് അല്ലേ? അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു. ബാക്ക് സ്റ്റേജ് അങ്ങനെ കണ്ടായിരുന്നു. അപ്പം പറഞ്ഞു നീ എന്റെ ബോയ് ഫ്രണ്ട് ആയിക്കോളാം. അയ്യോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഇതുപോലെ ലുങ്കിയോ ഇതുപോലത്തെ ഈ വേലപ്പനെ കിട്ടിയുള്ള ആണോ വേണ്ടത്? വിളിക്കവളെ. അതെന്താ വെച്ചാ അതിൽ കോൺട്രാസ്റ്റ് വരുന്നുണ്ട്. ആ സോങ്ങിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് അത് മെലോഡിയസ് ആയിട്ട് മാറ്റുന്നുണ്ട്. പക്ഷെ ആ മെലഡിയിലും നമ്മൾ ആ റിതം കീപ്പപ്പ് ചെയ്യണം. ടു മെലോഡിയസ് ആകുമ്പോൾ നമുക്ക് തോന്നും ഇപ്പം ഈ കംപ്ലീറ്റ് സീൻ മാറി കംപ്ലീറ്റ് ഒരു പ്രണയ ഗാനമായിട്ട് മാറാൻ പോകും. ബ്രേക്കിംഗ് ന്യൂസ് വന്നു, വേലപ്പന് ഒരു ഗേൾ ഫ്രണ്ട് റെഡി ആയിട്ടുണ്ട്. അയ്യോ ഗേൾഫ്രണ്ട്. ജിത്തു അവിടെ ഇരുന്ന് ഭയങ്കര കോമഡി ആയിരുന്നു. ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നു ഇങ്ങനെയൊക്കെ കപ്പിൾ ഫോട്ടോ ഒക്കെ എടുത്തത് നിങ്ങള്. ജിത്തു എങ്ങനെയുണ്ട് നമ്മുടെ വേലപ്പൻ? പിന്നെ പൊളിയല്ലേ, എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ലാത്തതിന്റെ വിഷമമുണ്ടായി. ഇപ്പൊ അതങ്ങട് മാറി. എന്നാ ഇതുപോലത്തെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാവട്ടെ ഭാവിയിൽ. ശരിക്കും വേണ്ടതല്ലേ ജിതു? എന്റെ ദൈവമേ. വേലപ്പൻ ഒരു മ്യൂസീഷ്യൻ അല്ലേ, ആ. നമ്മൾ പരിഗണിക്കണ്ടേ പരിഗണിക്കും. അല്ലേ? പിന്നെ സുന്ദരൻ, സുമുഖൻ, സുസ്മേരവദനൻ എല്ലാം താടിക്കൊക്കെ പിടിക്കണു. കാര്യമൊക്കെ ശരിയാണ്. കൂടുതൽ വേലപ്പന്റെ കൂടെ കൂടുതൽ നിൽക്കണ്ട കേട്ടോ. വിട്ടോ ജിതു കൂടി വിട്ടോ. ചിലപ്പോ ആ ചരണത്തിന്റെ മേളിലുള്ള ഹൈ പോയിന്റ്സ് പാടുന്നില്ലേ, ഒരേ ട്യൂൺ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതൊന്ന് പഠിക്കും. എന്ത് തന്നാൽ മുത്താരം ഞാൻ അല്ല 10 മുഴം കാതൽ തന്നു. കാതലാണോ? ആ ഓക്കെ, അത് കാതലായിട്ട് പഠിക്കേ. 10 മുഴം കാതൽ തന്നാൽ മുത്താരം ഞാൻ ഉണ്ടാക്കാം. 10 മുഴം കാതൽ തന്നാൽ മുത്താരം ഞാൻ ഉണ്ടാക്കാം. കോവിലിലെ പടമരവും പാടിയിലെ പടമരവും നീ കൈവച്ച. ഓക്കെ 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 ഓക്കെ. അവിടെ ഒരു വലിയൊരു ചലഞ്ച് ഉണ്ട്. രാജസാറിന് പല പാട്ടുകളുണ്ട്. പാദപരി 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 ഇങ്ങനെ ലൂപ്പ് പോലെ പോയിക്കൊണ്ടിരിക്കും. അത് കൃത്യമായിട്ട് ഈ ഓരോ പാ കിട്ടാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ? അതിനിടയിൽ രാജസാർ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും, പാടിക്കൊണ്ടിരിക്കും അല്ലെ? ആ തൊട്ടപ്പുറത്ത് മൈക്ക് വെച്ചിട്ട് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും. നമുക്ക് പായം കിട്ടൂല, ഗായം കിട്ടൂല, മായം കിട്ടൂല. പണ്ടാരെന്ന് വിചാരിക്കും. ചില പാട്ടുകളൊക്കെ കൺസോളിൽ തന്നെ റെക്കോർഡ് ചെയ്യുക. അതായത് തൊട്ടടുത്ത് നിന്നിട്ട് സൗണ്ട് എഞ്ചിനീയർ ഉണ്ടാവും, പുള്ളി ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടാവും, രാജസാർ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടാവും, നമ്മളും തൊട്ടടുത്ത് നിന്നിട്ടാ പാടുന്നത് ചിലപ്പോ. അതാണ് മധുരക്ക് സമ്മതിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ആ വഴിയൊന്നും പോവാത്തത്. ഇവിടെ സമാധാനത്തിൽ ഇരിക്കുന്നുണ്ട്. അത് കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനത്തെ നോട്ട്സ് ഉണ്ടാവും, അത് ചലഞ്ചിങ് ആണ്. ആ ചലഞ്ചിനെ മാക്സിമം ഏറ്റെടുത്ത് പാടിയിട്ടുണ്ട് വേലപ്പൻ. അതിന്റെ ഒരു കൈയ്യടി. ഏതോ ഒരു പാ മാത്രം ചേരാതെ വന്നിട്ടുണ്ട് ഏതോ ഒരു സ്ഥലത്ത്. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ചരണത്തിലാണ്. രണ്ടാമത്തെ ചരണത്തിൽ ഓൾമോസ്റ്റ് അവിടെ എത്തിച്ച് വേലപ്പൻ. ആ വേലപ്പൻ ആരാ? മിടുക്കൻ മിടുക്കൻ വേലപ്പൻ. ചെറുക്കാ നന്നായിട്ട് പാടിയടാ, നീ നന്നായിട്ട് പാടിയടാ കേട്ടോ. ഞാൻ ആലോചിക്കായിരുന്നു എന്തൊരു ഇമ്പ്രൂവ്മെന്റ് ആണ്. മൈക്കിന്റെ പൊസിഷൻ വരെ നല്ല കറക്റ്റ് ആയിട്ട് പിടിക്കുന്നുണ്ട്. ഇപ്പോ ആ ഒരു നേരത്തെ പാടുമ്പോഴേക്ക് ഒരു ബൂം ചെയ്ത് നമുക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നു. അക്ഷരങ്ങള് വാക്കുകളുടെ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അത് ക്ലാരിറ്റിയോടെ കേട്ടു തുടങ്ങി. അപ്പൊ അതിന്റെ അർത്ഥം
എല്ലാം പഠിച്ചു തുടങ്ങി നമ്മുടെ ചെറുക്കൻ. ഓക്കെ, അപ്പൊ എനിക്കും വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഇന്ന് പാടിയത്. താങ്ക് യു സർ. തുടക്കം മുതൽ അവസാനം വരെ വളരെ മനോഹരമായിട്ട് പാടി. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഉണ്ടായി. അതായത് 10 മുഴം കാതൽ തന്നാൽ മുത്താരം ഞാൻ ഉണ്ടാക്കാം, ആ സംഗതി അനുപല്ലവിയില് ചരണത്തിൽ അത് കറക്റ്റ് ആയിട്ട് വന്നു. പിന്നെ കോവിലിലെ കൊടിമരം ഇത്തിരി ഫ്ലാറ്റായി, ഓർമ്മയുണ്ടാ? തലയൊക്കെ ചുരി. പിന്നെ ചരണത്തില് ബീജി കഴിഞ്ഞിട്ട് തുടങ്ങിയ കൊട്ടുപടി വാളും ഓർമ്മയുണ്ടാ ചക്ക? ഓക്കെ. പിന്നെ വല്ലായ്മകൾ ഞാൻ തീർക്കാം, ഗുഡ് എന്ന് ഞാൻ എഴുതി വെച്ചിരുന്നു. അനുപല്ലവിയില് അതേ പോർഷനാണ്, സ്ലിപ്പായി പോയത് ആ സംഗതി. പിന്നെ ലാസ്റ്റ് പല്ലവിയിലെ ഭൂലോകം ചമച്ചവനെ, അതിന്റെ ശ്രുതി ചമച്ചവനെ. ബാക്കിയെല്ലാം സൂപ്പറോ സൂപ്പർ. താങ്ക് യു സർ. ചെറുക്ക് നല്ല ഭാവിയുണ്ട് കേട്ടോ ചെറുക്ക. താങ്ക് യു സർ. ഭാവിയും വർത്തമാനവും ഉണ്ട്, അതെ, ഭൂതവും ഉണ്ട്. ഈ സിനിമയിൽ ഞാനും ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഞാനും ഒരു നല്ലൊരു ഞാനും മഞ്ചരിയും കൂടി നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട്. പൊന്നാവണി പാടം ചേട്ടാ അത് പാടിത്തരുമോ? പൊന്നാവണി പാടം തേടി ഇല്ലാവയിൽ ചേക്കേറുന്നേ, നെല്ലോലമേലൂഞ്ഞാലാടാൻ കുഞ്ഞാറ്റകൾ പാഞ്ഞോടുന്നേ. കുറുങ്കുഴൽ മുഴങ്ങും മുഴക്കം, കുറുമ്പുമായി ചിലമ്പിൻ കിടുക്കം, മനസ്സിലും മാനത്തും നാം 10 പറ മുത്തു വിതയ്ക്കും. പൊന്നാവണി പാടം തേടി ഇല്ലാവയിൽ ചേക്കേറുന്നേ, നെല്ലോലമേലൂഞ്ഞാലാടാൻ കുഞ്ഞാറ്റകൾ പാഞ്ഞോടുന്നേ. ജനീലി കുട്ടി, എന്തോ അങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ല. എടാ ചെറുക്ക എന്നാണ് വിളിക്കാൻ തോന്നുന്നേ. അതെ, ജിതയുടെ ബോയ് ഫ്രണ്ട് എന്ന് വിളിച്ചോട്ടെ ഞാൻ. അയ്യോ വേണ്ടേ? താല്പര്യമില്ല എനിക്ക് വേറെ കിട്ടുണ്ണിന്നൊക്കെ വിളിക്കാൻ തോന്നുന്നു. അങ്ങനെ സർ മറ്റേ പേരെന്തായിരുന്നു? എനിക്ക് വാറുണ്ണി എന്ന് വിളിക്കാനാ തോന്നുന്നത്. അതിന് ഇവിടെ ഒരു മുന്തിരിങ്ങ കൂടെ വെക്കണം, അപ്പോഴേ വാറുണ്ണി. അപ്പൊ എന്തായാലും നല്ല പ്രസന്റേഷൻ, നല്ല കോസ്റ്റ്യൂം. ഞാൻ എന്തായാലും എൻജോയ് ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ഓൾസോ. അധികം എഴുതിയിട്ടൊന്നുമില്ല, അവിടെ ഇവിടെ കുറച്ച് ശ്രുതി പ്രശ്നം, പിന്നെ ആ ഹൈ പാടുന്ന പോർഷൻസ് കുറച്ച് സ്ട്രെയിൻ ആയിരുന്നോ എന്നൊരു ഡൗട്ട് വന്നു. പക്ഷെ സംഹൗ യു മാനേജ്ഡ് ഇറ്റ്. പിന്നെ നല്ല കിഡ്ലൻ കോറസും ഉണ്ടായിരുന്നു അവിടെ, അതുകൊണ്ട് നല്ല രസത്തിൽ പാടാൻ പറ്റിയെന്ന് തോന്നുന്നു. അപ്പൊ മൊത്തത്തിൽ നല്ല രസം ഉണ്ടായിരുന്നു ജനീല കുട്ടി കേട്ടോ. അടിപൊളിയാണ്, മിടുക്കിയാണ്. കീപ് ഡൂയിങ്, കീപ് പ്രാക്ടീസിങ് കേട്ടോ. താങ്ക് യു മാം. വേലപ്പന് 98.5. ബേലപ്പോ ഹാപ്പി അല്ലേ? അതെ അതെ. അപ്പൊ അടുത്ത വട്ടം ഇതിനേക്കാൾ അടിപൊളിയാക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. പറിച്ചെടുത്തോ മുടിയൊക്കെ. ആര്യ ചേച്ചി, അടുത്തത് നമുക്കൊരു പെർഫോമൻസ് ആയാലോ? റെഡി. എനിക്ക് പാട്ട് ഏതാന്നും അറിയാം, പക്ഷെ ആളെ വിളിച്ചിട്ട് ഞാൻ പാട്ട് പറയണോ, പാട്ട് പറഞ്ഞിട്ട് ആളെ വിളിക്കണോ? ആളെ വിളിച്ചിട്ട് നമുക്ക് പാട്ട് പറയാം. യെസ്, റെഡി. അപ്പൊ യെസ്, നമ്മുടെ എത്തുന്നു നമ്മുടെ ടോപ്പ് സിംഗർ വേദിയിലേക്ക്. ദക്ഷ് ഫ്രം ഗോവ, വെൽക്കം. പേരാണ് ചോദിച്ചതെങ്കിൽ MN കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ, MN കാർത്തികേയൻ. രാവണ പ്രഭു. ഇപ്പോഴും ക്യാരക്ടറിലാണ്, മാറിയിട്ടില്ല. ക്യാരക്ടർ വിട്ട് ഞങ്ങളൊരു കളിയില്ല. പാട്ട് തീർന്നവരെ എങ്ങനെയാണോ നിക്കാൻ പോണേ? അല്ല, പിന്നെ കുറച്ച് സമയം നിക്കും. കുറച്ച് സമയം കഴിഞ്ഞ് നിൽക്കും. അതറിയില്ല. ഈ സൈഡ് സൈഡിലേക്ക് ചെരിയോ അല്ലേ? മധു സാറേ, ബാസ്കിങ് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ കരാട്ടെ കപ്പൊന്നും കിട്ടിയിട്ടില്ല. പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. അത് ശരി. പിന്നെ ഗളറി ഫൈറ്റ്, അത് കുറെ കാലം പഠിക്കണം എന്ന് പറഞ്ഞു നടന്നു, ടൈം കിട്ടിയില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല. അതൊരു കോമ്പറ്റീഷൻ ആയിട്ടും അല്ലാത്തോണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ അടിച്ച് പല്ല തെറിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ.
അത് ഞാൻ വീട്ടിലൊരു ഹോർലിക്സ് കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആരുടെയൊക്കെ തെറിപ്പിച്ചേ? ഏതൊക്കെയോ മനുഷ്യന്മാരുടെ. മനുഷ്യന്മാരുടെ. എന്നാലും അവനവിടെ ഞാൻ ഇതുവരെ കേട്ടത് മീനിന്റെ മുള്ളു മാത്രമേ തെറിപ്പിച്ചിട്ടുള്ളൂ എന്നാ കേട്ടത്. മീൻ മുള്ളല്ല. ഇവൻ ദക്ഷ് ധാർമ്മികനല്ല, ഇവൻ ദക്ഷ് മാന്ത്രികനാണ്. ദക്ഷ് മാന്ത്രികൻ. Magician. മാന്ത്രിക്. യെസ് സർ. അപ്പൊ പാട്ട് ഏതാണ്? തകില് പുകിൽ കുരുവ കുഴൽ. ഇനി ഷോൾഡർ നേരെ വെച്ചോ. പണ്ട് ഗിരീഷേട്ടൻ ഇത് എഴുതിയിട്ടത് എൻ്റെ അടുത്ത് ഒരു സിനിമയുടെ കോമ്പോസിഷൻ വന്നു. അപ്പൊ പറഞ്ഞു സുരേഷ് പീറ്റേഴ്സിനോട് ഒരു അടിച്ച പൊളി പാട്ട് ചെയ്തിട്ടുള്ള. അപ്പൊ ടാഡറ്റ് 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 എന്ന് പറഞ്ഞിട്ടൊരു ട്യൂണാണ്. ഞാൻ എന്തോ എഴുതോടെ. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ എന്തോ എഴുതി? ഗിരീഷേട്ടന്റെ ഭയങ്കര സിഗ്നേച്ചർ രീതിയിൽ പാടും. സടക്ക് 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 അങ്ങനെ എഴുതി കൊടുത്ത. അങ്ങനെയാണ് സടക്ക് പാട്ട് അല്ലേ? രസമുണ്ട്. നല്ല ഗുമ്മുള്ള ഒരു പാട്ടാണ്. മാന്ത്രികന് പറ്റിയ ഒരു പാട്ടാണ്. അപ്പൊ മ്യൂസിക് സുരേഷ് പീറ്റേഴ്സ്. സിനിമ ഏതാണ്? രാവണപ്രഭു. വർഷം 2001. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. പിന്നെ പാടിയത് MG ശ്രീകുമാർ സാർ, സുജാത ചേച്ചി, സുജാത മാം, രാധിക തിലക് മാം, പ്രഭാകരൻ സാർ, പിന്നെ മോഹൻലാൽ സാർ. എടാ എനിക്ക് കേൾക്കാൻ കൊതിയായിട്ട് പോയ പെട്ടെന്ന് പാടിക്കോ. എടാ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. കോടി പറന്നേ കോടി പറന്നേ തെരയിടക്ക് എന്നാച്ചിമുത്തേ മത്തണം കൊട്ട് സട്ടക്ക് 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 സട്ടക്ക്
സൂപ്പർ സൂപ്പർ വെരി നൈസ് വെരി നൈസ്. താങ്ക് യു സർ. കോറസേ വെരി ഗുഡ്. അടിപൊളി. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പേടിച്ചു പോയിട്ടാ. ഇടയ്ക്ക് ഒരു ആന അലറലോ അതെന്തോ വരുന്നേ. അയ്യോ അതെ അത്രയും അവനെ ഉദ്ദേശിച്ചില്ല കേട്ടാ. കൈവിട്ട് പോയതല്ലേ. അല്ല സർ, വിചാരിച്ചതിനെക്കാളും പവർ കൂടിയിരുന്നു. അതാണ് കൈവിട്ട് പോയെന്ന് പറയുന്നത്. അല്ല സർ, ഞാൻ ആദ്യം അത്ര പവർ കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ പക്ഷെ എത്ര പവർ കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു? ആദ്യം ഒരു 100 കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു 90 ഒക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്ന് 100 വന്നു. 100 അല്ല, ഇത് 500. അയ്യോ, ഹൈ വോൾട്ടേജ് ആയിരുന്നു. ഇത് 11 kV മറ്റോ ആണെന്ന് തോന്നുന്നു. അതെ, ഇവിടെ 230 വോൾട്ടേ ഉള്ളൂ. അതെ, അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അതാണ് കപ്പാസിറ്റി. അല്ലെങ്കിൽ അടിച്ചു പോവും. ഫ്യൂസ് അടിച്ചു പോയി. എന്തുവാണ് എനർജി, ഒരു രക്ഷയില്ലടാ. ഇടയ്ക്കൊന്ന് ടയർഡായി പോയല്ലേ? ലാസ്റ്റില് ആയിപ്പോയി. അത് മനസ്സിലായി. അപ്പോഴത്തേക്ക് എനർജി കുറഞ്ഞു, ബാറ്ററി ഇത്തിരി ഡൗൺ ആയി. അല്ല സർ, പാടി കഴിഞ്ഞപ്പോഴാണ് ഫുള്ള് ആയത്. അല്ല, അതിനിടയിലുണ്ട് കരിമേഘ എന്ന് തുടങ്ങിയില്ലേ, അപ്പൊ അതുവരെ വന്ന എനർജി അവിടെ കണ്ടില്ല. അല്ല സർ, അവിടെ ഇത്തിരി മെലഡിയസ് മെലഡി എന്ന് പറഞ്ഞാൽ ഇത്തരം പാട്ടുകളിൽ മെലഡി ആണെങ്കിലും MG അണ്ണൻ പാടുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. എവിടെയും ആ എനർജി ലോസ് ഇല്ല. ഏത് ഭാഗത്ത് വന്നാലും അത് മെലഡി ആണെങ്കിലും ശരി, സടക്ക് സടക്ക് എന്ന് പറയുന്ന കാര്യത്തിലായാലും, മീശ എന്ന് പറയുന്ന എന്താണെങ്കിലും, ദോശയാണെങ്കിലും മീശയാണെങ്കിലും മേശയാണെങ്കിലും എന്താണെങ്കിലും അണ്ണം പാടി കഴിഞ്ഞാൽ പാടിയതായിരിക്കും അല്ലേ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. അതിൽ പഠിക്കേണ്ട ഒരു മെയിൻ കാര്യം ഇതാണ്. പണ്ട് ഞാൻ ഈ രജപുത്രൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിട്ട് ഹലോ ഹലോ മിസ്റ്റർ റോമിയോ മാസ്റ്റർ വെരി വെരി റൊമാൻറ്റിക് സ്റ്റാർ കസറിടാം കച്ചേരി കസൽ പാടണം തബല ദിം ദിം ദിനം എന്ന് പറഞ്ഞൊരു പാട്ട് കേട്ടിരുന്നു. വളരെ പണ്ട് ചെയ്തതാണ്, 95 അങ്ങനെ. അത് MG അണ്ണനാണ് പാടിയത്. അപ്പൊ ആദ്യം നമ്മൾ ഇത് കമ്പോസ് ചെയ്ത് അത് MG അണ്ണൻ പാടിയപ്പോഴത്തേക്കും അതിന് വേറൊരു രൂപം വന്നെന്നുള്ളതാണ്. അതൊരു ഭയങ്കര പാട്ടൊന്നുമല്ല. ഗിരീഷേട്ടൻ അത് എഴുതിയെന്ന് വെച്ചാൽ അന്ന് ഈ സിനി ബ്ലിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില മാഗസീനൊക്കെ ഉണ്ട്. ആ മാഗസീൻ എടേ കുറെ കെട്ടുകിടങ്ങിന് മാഗസീൻ വാങ്ങിച്ചോണ്ടോടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വാങ്ങിച്ചോണ്ട് കൊടുത്തപ്പോഴത്തേക്കും അതിൽ ഓരോരോ ഹലോ ഹലോ അന്ന് ഇറങ്ങിയ സിനിമയുടെ പേരാണ് ഹലോ. പിന്നെ മിസ്റ്റർ റോമിയോ അത് സിനിമയുടെ പേര്. മാസ്റ്റർ വേറെ എവിടെ, റൊമാൻറ്റിക് വേറെ എവിടെ, സ്റ്റാർ വേറെ എവിടെ, ഇങ്ങനെയാണ് എഴുതണേ. അർത്ഥമൊന്നും ഉണ്ടാവില്ല. പക്ഷെ തബല ദിം ദിം ദിനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തോ സംഭവമാണെന്ന് ഗിരീഷേട്ടന്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് സിനിമയ്ക്ക് വേണ്ടി എന്ത് എഴുതണം എന്നുള്ളതാണ്. അപ്പൊ അത് ഈ പാട്ടിൽ അത് എവിഡന്റ് ആണ് അല്ലേ? അത് നീ ആദ്യം തൊട്ട് ആ തുടക്കത്തിലുള്ള സംഭവം എന്തായിരുന്നു? അത് ഒരു വാർ ക്രൈ പോലെ ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? മുട്ട അങ്ങനെ വെക്കണം. അങ്ങനെ പാട്ടിലോട്ട് ഇങ്ങനെ കയറ്റി വിട്ടു. അത് സബാഷ്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എലിമെന്റ് ഉണ്ട്, MG അണ്ണനെ അത് ചെയ്തിട്ടുണ്ട്. ഈ പാണ്ടിയപ്പട്ട കേറിവ എന്ന് പറയുന്നത് ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ലേ, പട്ടഹം. അതെങ്ങനെയാ പറഞ്ഞത്? അത് തക്കില് പുകില് എന്ന് പാടിയിരുന്നെങ്കിൽ അതോടുകൂടി പോയി. തക്കില് പുക്കില് വന്നപ്പോഴാണ് അത് ബ്യൂട്ടിഫുൾ ആയത്. അതൊക്കെ മോന് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് ഗംഭീരമാണ്. അതാണ് ഏറ്റവും വലിയ ഇമ്പ്രൂവ്മെന്റും ഏറ്റവും വലിയ അറിവും കേട്ടോ ഇത്തരം പാട്ടുകൾ പാടുമ്പോൾ. പിന്നെ ഇടയ്ക്ക് പെർഫോം ചെയ്തില്ലേ, അത് പിന്നെയും തെളിയിക്കുകയാണ് ദാറ്റ് യു ആർ എ വെരി നാച്ചുറൽ പെർഫോമർ. അത് ഗംഭീരമായിരുന്നു. മാത്രമല്ല അതിലൊരു പ്രൊഫഷണലിസം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ പാട്ടിൽ നിന്ന് ഇങ്ങനെ അറിയാതെ അതിലോട്ട് വന്നിട്ട് തിരിച്ച് പാട്ടിലോട്ട് വരുന്നു. അത് ഗംഭീരമായിട്ടുണ്ട് മോനെ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മിസ്റ്റർ ദക്ഷ് ധാർമിക്. അതോ ദക്ഷ് മാന്ത്രിക്കോ? എന്തായാലും ദക്ഷാണല്ലോ. അതറിയാം. മാന്ത്രിക്കാണോ താന്ത്രിക്കാണോ? അവ എന്തായാലും നല്ല എനർജി ഉണ്ടായിരുന്നു, നല്ല പഞ്ച് ഉണ്ടായിരുന്നു പാടിയതിൽ. പല ഭാഗങ്ങളും സൂപ്പറായിരുന്നു. പല ഭാഗങ്ങളിലും എല്ലാ ഭാഗവും സൂപ്പറായിരുന്നു. അതിൽ ഇനി എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, തന്തനത്തനം പാടിവ അനുപല്ലവി കഴിഞ്ഞിട്ട് വന്ന തന്തനത്തനം പാടിവ ഔട്ട് ഓഫ് കൺട്രോൾ ആയിപ്പോയി ചെറുതായിട്ട്. പിന്നെ ലാസ്റ്റ് പല്ലവിയിലെ കേറിവായി അതും കുറച്ചൊന്ന്
ഔട്ട് ഓഫ് കൺട്രോളിലേക്ക് പോയി. ശ്രുതി പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല അങ്ങനത്തെ പാട്ടില്. എന്നാലും പറയണമെങ്കിൽ വേണമെങ്കിലാവാം എന്ന് പറഞ്ഞാണ് അങ്ങനെ ചെറിയ ചെറിയ അതായത് ആ എനർജിയിൽ കുറച്ച് വോൾട്ടേജ് കൂടിപ്പോയതായിരിക്കാം നേരത്തെ പറഞ്ഞ പോലെ. ലൈവ് സ്റ്റേജിലൊക്കെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കോരിത്തിരിക്കും. ഉറപ്പല്ലേ? അതെ 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 അതെ. ഓക്കെ, ഭയങ്കര വലിയ ആരവൊക്കെ ഉണ്ടാവും അതൊക്കെ കാണുമ്പോൾ. അപ്പൊ ഭാവിയിൽ അങ്ങനെയൊക്കെ ആവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇതേ എനർജിയും ഇതേ ഉഷാറും ഇതേ പെർഫോമൻസും ഇതേ ആറ്റിറ്റ്യൂഡും വെച്ചുകൊണ്ട് തൊണ്ടയ്ക്ക് സ്ട്രെയിൻ വരാതെ എങ്ങനെ പെർഫോം ചെയ്യാം എന്നുള്ളതിലാണ് ഇനി ദക്ഷ് മാസ്റ്റർ ചെയ്യേണ്ടത്. യു ആർ എ ബ്യൂട്ടിഫുൾ പെർഫോമർ, an amazing performer with tons and tons and tons of energy and different ways to explore. കേട്ടോ, മിടുക്കൻ. എന്തായാലും എനിക്ക് ആ പെർഫോമൻസ് ആസ്പെക്റ്റിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട. അവസാനം ഞാൻ എഴുന്നേറ്റ് ഡാൻസ് കളിച്ചു, നീ എന്നെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചു. മിടുക്കൻ. മാന്ത്രികൻ, ധാർമ്മികമായി ചിന്തിക്കുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റുന്നില്ല. ദക്ഷകുട്ട, അതായത് ഇന്നത്തെ പെർഫോമൻസ് ആകെ മൊത്തം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിനെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് പറയേണ്ടി വരുന്നു. അതെന്താ വെച്ചാൽ സംഗീതപരമായി ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും പെർഫോമൻസ് എന്നുള്ള കാര്യത്തിൽ നീ ഒരു ഉഗ്രൻ സംഭവമാണെന്ന് തെളിയിച്ച ഒരു പെർഫോമൻസ് ആയതുകൊണ്ട് നമുക്ക് മാർക്ക് കുറയ്ക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടോ അപ്പോ എത്രയായിരിക്കും എനിക്കറിയൂല. പറഞ്ഞോ. ദക്ഷ് ധാർമ്മികന് അല്ല മാന്ത്രികന് ഇന്ന് 100-ൽ 100. താങ്ക് യു സർ. ലൊക്കേറ്റിംഗ് സ്വീറ്റ്സ്. ഇവൻ മഞ്ജിന്റെ ഫാനാണ്. ചോക്ലേറ്റ്സ് ലൊക്കേറ്റഡ്. ദക്ഷാണ് നമ്മുടെ ഇന്നത്തെ പെർഫോമർ ഓഫ് ദി ഡേ. യെസ്, ആര് ചേച്ചിനെ വിളിക്കട്ടെ ഞാൻ? അല്ല, എനിക്ക് ഇതുവരെ MJ സാറിന്റെ വെൽക്കം MJ അങ്കിൾ. ലക്ഷ്മണ, പല്ല് തേച്ച് വളരുക, പാട്ട് പാടി വളരുക. ഓക്കെ സർ. ബിലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ടാറ്റാ, ബൈ ബൈ ബൈ, ഗുഡ് നൈറ്റ്. അങ്ങനെ നല്ല നല്ല പാട്ടുകളും കുറെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. നാളെ നമ്മൾ വീണ്ടും കാണും ഇതേ സമയം. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.